ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം CPC നടപ്പാക്കുന്നതിനും ശമ്പള വർധനവിനുമായി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ വലിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ജീവനക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ തട്ടിപ്പ്. 8ാം ശമ്പള കമ്മീഷനെ ചൊല്ലി കഴിഞ്ഞ 4-5 മാസമായി ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം CPC നടപ്പാക്കുന്നതിനും ശമ്പള വർധനവിനുമായി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ചർച്ചകൾക്കിടയിൽ ഒരു വലിയ തട്ടിപ്പ് വിവരമാണ് പുറത്തുവരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ഏജൻസിയായ സൈബർ ദോസ്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. സാലറി കാൽക്കുലേറ്റ് എന്നത് രാജ്യത്ത് ഉയർന്നു വന്ന ഒരു പുതിയ സൈബർ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിലൂടെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടുകയാണ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ തട്ടിപ്പ് പ്രത്യേകമായി സർക്കാർ ജീവനക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണ്. 8ാം ശമ്പള കമ്മീഷനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ മുതലെടുത്തുകൊണ്ട് സൈബർ കുറ്റവാളികൾ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇരകളെ വശീകരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് തട്ടിപ്പുകാർ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കും. 8ാം ശമ്പള കമ്മീഷനു ശേഷം ജീവനക്കാർക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് അവരുടെ പുതുക്കിയ ശമ്പളം പരിശോധിക്കാമെന്ന സന്ദേശത്തിൽ അവകാശപ്പെടുന്നുണ്ട്. സന്ദേശത്തോടൊപ്പം തന്നെ ഒരു APK ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് വിശ്വസനീയമാണെന്ന് തോന്നിപ്പിക്കുന്നതിന് പലപ്പോഴും സാലറി കാൽക്കുലേറ്റ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. തട്ടിപ്പുകാർ ആദ്യം സർക്കാർ ജീവനക്കാർക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കും. ഇതിൽ 8ാം ശമ്പള കമ്മീഷന് ശേഷം ജീവനക്കാർക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് അവരുടെ പുതുക്കിയ ശമ്പളം പരിശോധിക്കാമെന്ന സന്ദേശത്തിൽ പറയും. ഒരു വ്യക്തി അവരുടെ മൊബൈൽ ഫോണിൽ ഈ APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ തന്നെ മൊബൈലിന്റെ നിയന്ത്രണം ഈ സൈബർ കുറ്റവാളികളുടെ കൈകളിലെത്തും. വ്യാജ ആപ്പിന് വ്യക്തിഗത വിവരങ്ങൾ, ബാങ്കിംഗ് വിശദാംശങ്ങൾ പോലും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. അതിനാൽ ഇക്കാര്യത്തിൽ ജീവനക്കാരും പെൻഷൻകാരും ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സർക്കാർ ഒരിക്കലും വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും മെസ്സേജിംഗ് ആപ്പ് വഴിയോ ഈ APK ഫയലുകൾ അയക്കാറില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.